A1 എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് ചാപ്റ്റർ +1 ഫോർത്ത് ചാപ്റ്റർ പോവർട്ടി ദാരിദ്ര്യം എന്നുള്ള ചാപ്റ്ററിലെ വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. അതിൻ്റെ മെയിൻ പാർട്ടുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുടെ സൃഷ്ടിയാണ്? അത് ദാദാബായ് നവറോജിയുടെ സൃഷ്ടിയാണ്. ജയിൽ ജീവിത ചെലവ് എന്ന സൂചിക ദാദാബായ് നവറോജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജയിലിലെ ഒരു വ്യക്തിക്ക്, ജയിലിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം എത്രമാത്രം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സൂചിക അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ജയിൽ ജീവിത ചിലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുടെ സൃഷ്ടിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർവചിക്കുക. ദാരിദ്ര്യരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ദരിദ്രരെന്നും ദരിദ്രരല്ലാത്തവരെന്നും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ. അതാണ് ദാരിദ്ര്യരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ APL BPL തിരിക്കുമ്പോൾ ഒരു നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ളവരെ BPL എന്നും ഒരു നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ളവരെ BPL എന്നും അതിൽ മുകളിലുള്ളവരെ APL എന്നും തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ BPL ഫാമിലീസിന് ലഭിക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ്, ഇന്ത്യയിലെ നടപ്പാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും എന്താണെന്നുള്ള കുറിപ്പ് തയ്യാറാക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒരു 14 പദ്ധതികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സാമൂഹിക വികസന പദ്ധതി 1952, ദെൻ വരൾച്ച ബാധിത പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി 1973, കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974, മിനിമം നീഡ്സ് പ്രോഗ്രാം 1974, ഇരുപതിന പരിപാടി 1975, ജോലിക്ക് പകരം ഭക്ഷണം പദ്ധതി 1977, ഗ്രാമീണ യുവാക്കൾക്കുള്ള സ്വയം തൊഴിലിന് വേണ്ടിയുള്ള പദ്ധതി 1979, സംയോജിത ഗ്രാമവികസന പദ്ധതി 1980, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി 1980, ഗ്രാമീണ ഭൂരഹിതർക്കായുള്ള തൊഴിലുറപ്പ് പദ്ധതി 1982, ഇന്ദിര ആവാസ് യോജന 1985, തൊഴിലുറപ്പ് പദ്ധതി 1993, സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്ഗാർ യോജന 1999, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്താണ്. ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് നോക്കുക. ഇത്രയും പദ്ധതികളാണ്. അതിൻ്റെ വളരെ വിശദമായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ? പോഷകാഹാരക്കുറവ്, നിരക്ഷരത, തൊഴിലില്ലായ്മ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോ നോക്കുക. ദെൻ അതേപോലെ തന്നെ ചേരുമ്പടി ചേർക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ABC ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോന്ന് മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ദാദാബായ് നവറോജി ജയിൽ ജീവിത ചിലവ് സൂചികയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദരിദ്രരെ ആദ്യമായി നിർണ്ണയിച്ചത് ദാദാബായ് നവറോജിയാണ്. അതേപോലെ തന്നെ ദരിദ്രർ എന്ന് പറയുമ്പോൾ APL BPL ഈ കോളം അനുസരിച്ച്, ടേബിൾ അനുസരിച്ച് APL BPL ആണ് നമ്മൾ എടുക്കുക. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി NREGP അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2005 ദെൻ അടുത്തത് കലോറി മൂല്യം 2400 400 കലോറി, അതുപോലെ തന്നെ 2100 കലോറി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വിവിധ ദരിദ്ര വിഭാഗങ്ങളെ തരംതിരിക്കുക എന്നുള്ളത്. പല ടൈപ്പ് ദാരിദ്ര്യത്തിലെ പല ആളുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനകത്ത് വിവിധ ദരിദ്രർ അല്ലെങ്കിൽ ദരിദ്രരെ തരംതിരിക്കുന്നത് നിത്യദരിദ്രരെന്നും സാധാരണ ദരിദ്രരെന്നും ചേണിങ് ദരിദ്രരെന്നും ഇടക്കാല ദരിദ്രരെന്നും ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് ദരിദ്രരെ തരംതിരിക്കുന്നുണ്ട്.
എപ്പോഴും ദരിദ്രരായിട്ടുള്ള ആളുകളാണ് നിത്യദരിദ്രർ, ഓൾവേസ് പൂവർ എന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാധാരണ ദരിദ്രർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊതുവെ പല അവസരങ്ങളിൽ, ചില അവസരങ്ങളിൽ അവർക്ക് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്, പക്ഷേ പൊതുവെ അവർ ദരിദ്രരാണ്. then അടുത്തതാണ് ചേണിങ് അല്ലെങ്കിൽ ട്യൂണിങ് പ്യുവർ. ഇക്കൂട്ടർ പൊതുവെ ദരിദ്രരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവരുടെ വരുമാനം വർദ്ധിക്കുന്നതായിട്ടും അവർ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് ഒക്കേഷണലി ദരിദ്രർ, ഇടക്കാല ദരിദ്രർ. ഇവർ ഭൂരിഭാഗ സമയവും പൈസയുള്ളവരായിരിക്കും, ധനവാന്മാരായിരിക്കും, പക്ഷേ ചില സമയത്ത് അവർ ദാരിദ്ര്യത്തിലേക്ക് വഴുതി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ 4 വിഭാഗങ്ങളുണ്ട് ദരിദ്രർ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇന്ത്യയിൽ നടപ്പാക്കിയ ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതികൾ, അതുപോലെ തന്നെ എന്താണ് ദാരിദ്ര്യ രേഖ, അതുപോലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ദരിദ്രരേഖ നിർണ്ണയിക്കാനായിട്ട് കലോറി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്. 2400 കലോറി ഗ്രാമപ്രദേശങ്ങളിലും 2100 കലോറി നഗരപ്രദേശങ്ങളിലും. അത്രയും ഭക്ഷണം ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യത്തിന് താഴെയുള്ളവർ അല്ലെങ്കിൽ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർ എന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.